അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 4 വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റും എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ഗോൾഡൻ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കനാണ്. ഈ ചിക്കൻ ഒരു 2 മിനിറ്റെങ്കിലും ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വയന്ന് വരണം. നമ്മൾ വേവിച്ചിട്ടെടുത്ത ചിക്കനാണ്, ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ചതച്ച മുളക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും, ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചതച്ച മുളക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വറ്റൽ മുളക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ആദ്യം ചേർത്തിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, എരിവിന് വേണ്ടിയിട്ട് ഈ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കിന് അധികം വേവൊന്നുമില്ല, ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ക്യാപ്സിക്കൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന സോയാ സോസാണ്, 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അറ്റത്തേക്ക് ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മൈദയുടെ ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഒഴിച്ചെടുത്ത സോയ സോസിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ ആദ്യമേ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് പാകത്തിലുള്ള ഉപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണേ. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അതിന് വേറെ ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതാ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇഷ്ടമല്ലാത്തവർക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. 1-2 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ കണ്ടല്ലേ, നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് സോയ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ അല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അധികം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചിലർക്ക് സോയ സോസ് ഇട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഇപ്പം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും 2 നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക.
അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചീസ് ഒഴിവാക്കിയിട്ടും ചെയ്യാം. ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ചീസൊക്കെ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒറിഗാനോ എല്ലാ ഭാഗത്തും എത്തണം. ഉരുളക്കിഴങ്ങിൻ്റെ ഒറിഗാനോ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഓവൽ ഷേപ്പിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓവൽ ഷേപ്പിൽ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഓവൽ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുക്കാം. ഇനി ആദ്യം നമുക്കിത് മൈദയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മൈദയിലിട്ട് കോട്ട് ചെയ്തെടുത്തത് ഇനി മുട്ടയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മുട്ടയിലിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുള്ളത് ആ ബ്രൗൺ ഭാഗം മാറ്റിയതിന് ശേഷം ആ വെള്ള ഭാഗം മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൊടിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ എല്ലാം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ്.
ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഉള്ളിൽ നല്ല ചീസൊക്കെ നല്ലോണം മെൽറ്റായി ഇത് അടിപൊളിയായിട്ട് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്